അവനുണ്ട് അവിടെ ഒന്ന് മൂത്രമൊഴിക്കും. മാത്രം എല്ലാ ആശംസകളും എല്ലാവർക്കും അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച DCSന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ പൊയ്കയിൽ പ്രസന്നകുമാർ സാറിന് കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സാറിന് ഇന്ന് ഈ മീറ്റിംഗിന്റെ മുഖ്യ പ്രഭാഷണ കർമ്മം നിർവഹിച്ച രാജേഷ് പുതുമന സാറിന് കൃതജ്ഞത അർപ്പിക്കുന്നു. പിന്നെ ആശംസാ പ്രസംഗം അർപ്പിച്ച അഡ്വക്കേറ്റ് ഗോപകുമാർ സാറിന് കൃതജ്ഞത അർപ്പിക്കുന്നു. DCSന്റെ വൈസ് പ്രസിഡന്റ് ജയമോഹൻ അയർക്കുന്നം സാറിന് കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. മനുഷ്യരായി മനുഷ്യാവകാശത്തോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നിർമ്മിതിയാണ് മഹാത്മാ അയ്യങ്കാളി നിർവഹിച്ചത്. അതിന് പോരാട്ട വഴികൾ അത് ചരിത്ര രീതിയിൽ പരിശോധിക്കുമ്പോൾ അപൂർവതയായിരുന്നു. ആ കാലഘട്ടത്തില്, അതായത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു തൊഴിൽ വിഭാഗ ജനതയെ കൊണ്ട് തൊഴിൽ നിർത്തിവെച്ചുകൊണ്ട് പണിമുണ്ട് മനുഷ്യാവകാശത്തിന് ഭരണകൂടത്തെ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ചരിത്ര സംഭവം അയ്യങ്കാളി, മഹാനായ അയ്യങ്കാളി നടത്തിയ ആ കൃഷി മേഖലയിലെ പണിമുടക്ക് അത് ലോക ചരിത്രത്തിൽ അതിനൊരു സമാനതയില്ലാത്തതാണ്. അപ്പൊ എത്ര ദീർഘമായ വീക്ഷണത്തോടെ ആധുനിക കാഴ്ചപ്പാടിൽ മനുഷ്യാവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതിൻ്റെ വിജയ പരിസമാപ്തിയാണ് ആധുനിക ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ ഈ ജാതീയമായ മറ്റൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാത്ത നിലയിൽ ഭരണഘടനാ അവകാശങ്ങൾ നമുക്ക് ലഭ്യമാക്കിയത്. അതൊക്കെ മഹാത്മാ അയ്യങ്കാളിയുടെ വലിയ വലിയ സംഭാവനയാണ്. പക്ഷേ ഈ ജന്മദിനാഘോഷം നടക്കുന്ന അവസരത്തിൽ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അതാണ് ACP സൂചിപ്പിച്ചത്. ഈ പ്രസ്ഥാനത്തിന്റെ പേരുകളിലുള്ള അനൈക്യം അത് നമ്മളെ എവിടെ എത്തിക്കുന്നു, ഈ ജനതയെ. അത് കാരണം ഒരു യാഥാർത്ഥ്യം, വർത്തമാനകാല അവകാശ പോരാട്ടത്തിന്റെ പിന്തുടർച്ച ഈ ജനാധിപത്യ യുഗത്തിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതാണ്. അത് ഏട്ടിലെ പശുവിനെ പോലെ ഒരു ദിവാസ്വപ്നമായി ഇത് അവശേഷിക്കുകയാണ്. അതാണ് MLA പറഞ്ഞ കണക്ക്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സർവ്വ കാര്യങ്ങളിലും തുല്യാവകാശമുണ്ട്. അത് ശതകോടീശ്വരന്മാരായ അംബാനിക്കും
ഇവിടുത്തെ ഏറ്റവും നിർധനനായ ഒരു സാധാരണ മനുഷ്യനും നിയമത്തിന്റെ മുമ്പില് നിയമദൃഷ്ടിയിൽ തുല്യാവകാശികളാണ്. ഈ രാജ്യത്തിന്റെ വളർച്ചയുടെ ഗുണഭോക്താക്കളാകാൻ ഇവിടുത്തെ ഈ അടിസ്ഥാന വർഗ ജനതയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലുള്ള സംഘടനകളും പ്രവർത്തകരും ചിന്തിക്കുകയും അത് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ ഭരണകർത്താക്കൾ അവകാശങ്ങള് അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അത് അർത്ഥപൂർണമാകുന്നത്. നമ്മുടെ അവകാശങ്ങള് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തിയാല് മഹാത്മാ അയ്യങ്കാളിയുടെ കാലഘട്ടത്തെക്കാൾ പുറകോട്ട് പോകുന്ന അവസ്ഥയിലാണ്. അത് ലഭ്യമാകുന്നില്ല. അതിന് സംഘടിതമായ പോരാട്ടം, അവകാശവാദം ഉന്നയിക്കാനും അത് അംഗീകരിപ്പിക്കുവാനും കഴിയുന്ന ഒരു സംഘാടന പ്രവർത്തനം നടത്തുകയാണ് ഈ കാലഘട്ടത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ആത്മാവിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ്, കടമ. കാരണം ഇപ്പോ നമ്മൾ പറയുന്നുണ്ട്, ഭരണഘടനയിൽ സംവരണം പറയുന്നുണ്ട്, പക്ഷെ നടപ്പാക്കുന്നില്ല. നമ്മൾ ജനാധിപത്യ പൗരാവകാശങ്ങളെല്ലാം ഉള്ളവരാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇത് ലഭ്യമാക്കാൻ കഴിയാതെ പോകുന്നു എന്ന ഒരാത്മപരിശോധന പ്രത്യേകിച്ച് ഈ ജനവിഭാഗത്തിന്റെ സംഘടനകള്, മനുഷ്യര് നടത്തേണ്ടതാണ്. അതാണ് അർത്ഥപൂർണമായ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണ. അതാണ് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് പറയാവുന്നേ ഉള്ളൂ. ഒരു ചെറിയ കണക്ക് കുറച്ചുനാൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലെ 585 ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്. ഇപ്പൊ അതിൽ കൂടി കാണും. പട്ടികവർഗം 25% അതായത് പ്രൊപ്പോർഷനേറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നതാണ്, ജനസംഖ്യ ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ സത്തയും മൗലികതയും. ഈ 585 ജഡ്ജിമാരുള്ളിടത്ത് 25% ജനങ്ങളുള്ള പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് കേവലം 17 പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ അവകാശങ്ങൾ ഉണ്ടെന്ന് പറയാവുന്നല്ലാതെ അത് അനുഭവിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവകാശം നമുക്ക് അനുഭവിക്കാനുള്ള അർഹതയുണ്ട്. തരാതിരിക്കുന്നത് ഇവിടം കവർന്നെടുത്തിരിക്കുന്ന, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിരുദ്ധ ശക്തികളുടെ കുടിലതന്ത്രമാണ്. ജനാധിപത്യത്തിൽ ഇതിന് പരിവർത്തനം ഉണ്ടാക്കാനുള്ള കൂട്ടായ യജ്ഞം മഹാത്മാ അയ്യങ്കാളി പോലും ജന പരിപാലന സംഘം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഈ നേട്ടങ്ങള് കൈവരിക്കാൻ കൂട്ടായി ശ്രമിച്ചത്. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം ഉണ്ടാക്കുന്ന കാലത്ത് റഷ്യയില് അവിടെ വലിയ സംഘടനയൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് 1905 അവിടെ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു രഹസ്യ യോഗം കൂടി. സഖാവ് ലെനിൻ അന്ന് അദ്ദേഹം അവരോട് പറഞ്ഞത്, യു ക്യാൻ ബിക്കം സ്ട്രോങ്ങർ ഓൺലി ത്രൂ എ പ്രോപ്പർ ഓർഗനൈസേഷൻ. അന്ന് സംഘടന ഉണ്ടാക്കിയിട്ടില്ല, അവിടെ റഷ്യൻ വിപ്ലവം നടന്നിട്ടില്ല. പക്ഷെ പറഞ്ഞത്, ഒരു ശരിയായ സംഘടനയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ശക്തരാകാൻ കഴിയൂ. അത് ലോക തത്വമാണ്. ആ പ്രപഞ്ച സത്യത്തിന്റെ പ്രകടനമായിരുന്നു മഹാനായ അയ്യങ്കാളി ആ കാലഘട്ടത്തില് സാധുജന പരിപാലന സംഘമുണ്ടാക്കിയത്. ഇന്ന് 21-ാം നൂറ്റാണ്ട്
എല്ലാ ഇതുണ്ടെന്ന് പറയുന്ന നമ്മള് അദ്ദേഹത്തിന്റെ പേരിൽ പോലും ഒത്തിരി ഒത്തിരി സംഘടനകൾ ഉണ്ടാക്കുക. അപ്പൊ ഒരുമിച്ച് നിന്നുകൊണ്ട് വില പേശാനും അവരൊക്കെ പോരാട്ടം നടത്തി നേടിയ അവകാശങ്ങള് അനുഭവയോഗ്യമാക്കുവാനും നമുക്ക് പ്രതിബദ്ധതയുണ്ട്, കടമയുണ്ട്. അതാണ് നമ്മുടെ ACP സൂചിപ്പിച്ചത്. അതൊരു ദുഃഖമാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ പൂർവികര് കാട്ടിത്തന്ന വഴിയിലൂടെ അവകാശ സംരക്ഷണത്തിനുള്ള കഠിനമായ പരിശ്രമം ഫലപ്രദമായി വിജയകരമായി നടത്തുന്നതിന് മഹാത്മാ അയ്യങ്കാളിയുടെ ഈ ജന്മദിന ആചരണത്തിൽ പ്രതിജ്ഞ പുതുക്കാൻ ഓരോരുത്തരോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.